നമ്മുടെ പേഴ്സന്റെ കറന്റ് എനർജീസ് നോക്കാം. സോ കറന്റ് ഫീലിങ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ, അവർ അറ്റ് ദിസ് ടൈമിൽ തീരെ ഹാപ്പി അല്ല, ഭയങ്കര. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ഫീമെയിൽ ഫിഗർ ആയിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി മദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ള ലേഡിയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എയർ സൈൻ, മേ ബി എയർ സൈൻ ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഭയങ്കരമായിട്ട് കണ്ടോ ആളുടെ അതില് ഒരു വാള് പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആള് ഭയങ്കര ആള് പറയുന്നതാണ് മാനിപ്പുലേഷൻ എന്നല്ല, ആളാണ് തീരുമാനം എടുക്കുക, ബാക്കിയുള്ളവരൊക്കെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്യൂന്റെ ഒരു എനർജിയുള്ള ഒരു പേഴ്സൺ ആണ് മേ ബി. അങ്ങനത്തെ ഒരു കമാൻഡിങ് ഒക്കെ ചെയ്യുന്ന നിങ്ങളെ പേഴ്സണെ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു ലേഡി ആയിരിക്കാം. ഡബിൾ ഇമ്പാക്ട് കാണിക്കുന്നുണ്ട്. മേ ബി പല രീതിയിലും വശീകരിച്ച് കൊണ്ടുപോകാനൊക്കെ കുറെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. മേ ബി പൈസ ആയിട്ടോ അല്ലെങ്കിൽ അഡിക്ഷനിലൂടെ ഒക്കെ ആയിരിക്കാം ഈ പേഴ്സണെ കയ്യിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ടു ഓഫ് സോൾസ് ആണ്. ആൾ അതിലും ഹാപ്പി അല്ല, എങ്ങനെയൊക്കെയോ പെട്ടുപോയ ഒരു അവസ്ഥയാണ് ആൾ കാണിക്കുന്നത്. ആൻഡ് ആൾക്ക് അതിൻ്റെതായിട്ടുള്ള കർമ്മ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ വേദന ആൾ അനുഭവിക്കുന്നുണ്ട്. നോക്കൂ, 5 ഓഫ് കപ്സ്, 3 കപ്പ് പോയി, 2 കപ്പ് ബാക്കിലുണ്ട്. പക്ഷെ അവൾ അതിനൊന്നും ഹാപ്പി അല്ല. അവരപ്പോൾ കണ്ട ഒരു ക്യാരക്ടർ അല്ല ഇപ്പോൾ, അവരുടെ ഒക്കെ ട്രൂ കളേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 3 ഓഫ് പെന്റക്കിൾസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവരൊരു ഫ്രണ്ട്സിനോട് ആരോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം വരികയാണ്. അവരൊട്ടും എനർജി ഇല്ലാത്ത, കാരണം അവർ ബ്ലാക്ക് മാജിക് എന്തോ ചെയ്തു എന്ന് ഉറപ്പാണ്. കാരണം അടുത്ത കാർഡ് താഴെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. ഡെത്ത്, മരിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥ, ഒട്ടും എനർജി ഇല്ല അവർക്ക്, ഭയങ്കര ലോ എനർജിയിൽ. മേ ബി ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടായിരിക്കാം, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. 8 ഓഫ് പെന്റക്കിൾസ്, അവർ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 10 ഓഫ് പെന്റക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട്. അവർ മെയിൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഫിനാൻഷ്യലി ചിലപ്പോൾ ഒന്നുകൂടി ഉള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അതായിരിക്കും അതിലേക്കൊരു ഷിഫ്റ്റ് പോയിട്ടുണ്ടായിരിക്കാം. കണ്ടോ 10 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ടല്ലേ. അതിനടുത്ത് തന്നെ 6 നമ്പർ ആയിട്ട് ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. കുറെ പേരൊക്കെ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ് കണക്ഷൻ, അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതായിരിക്കാം. ഓക്കെ, മേ ബി അതിന്റെ ഒരു ജേർണി കൂടെ ആയിട്ടായിരിക്കാം ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരിക്കാം. ആളുടെ ഒരു അസെൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. പേജ് ഓഫ് കപ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതിൽ ഇനിയും ഒരു തുടക്കം കാണിക്കുന്നുണ്ട്, പുതിയൊരു തുടക്കം. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കര ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു പേഴ്സണാണ്. ഭയങ്കര കുട്ടികളുടെ പോലെ കളങ്കനായിട്ടുള്ള ഒരു പേഴ്സണാണ്. എന്ന് വെച്ചാൽ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് പോയതാണ്. അതാണ് ഇമ്മച്യൂരിറ്റി കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ്, പേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയാണ്, ഒരു 10 to 20 അങ്ങനെ അങ്ങനെയൊക്കെ പറയാം. അത്ര പ്രായമുള്ളത്, അത്ര പ്രായം കുറവൊന്നല്ല, പക്ഷെ ആ ഒരു പ്രായത്തിന്റെ മെച്ചൂരിറ്റി കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അതുപോലെ ക്രോസ് റോഡിൽ അവർ എങ്ങനെയൊക്കെയോ ഒരു കണ്ണടച്ചെടുത്ത ഡിസിഷൻ ആണ് നിങ്ങളെയും അവരിങ്ങനെ ഇപ്പൊ ഒരു കോയിൻ കൊടുത്തിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ എടുത്ത് ചൂസ് ചെയ്തിട്ട് അതിലേക്ക് പോയൊരു അവസ്ഥയാണ്. അതിൽ നിർഭാഗ്യവശാൽ അവരെയായിരിക്കും കിട്ടിയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ അവരുടെ ഇഷ്ടം കൊണ്ട് പോയതല്ല, എന്തൊക്കെയോ ഒരു വശീകരണം കൊണ്ട്, ഒരു അഡിക്ഷൻ കൊണ്ട് പോയതാണ്. കാരണം ഡെവിൽ കാർഡ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദർ കർമ്മ ബാക്ക്. ഒരു കർമ്മ കിട്ടുന്നുണ്ട്. കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂൺ, 10 10 10. 2 പ്രാവശ്യം 10 വന്നിട്ടുണ്ട്, 3 പ്രാവശ്യം 10 വന്നിട്ടുണ്ട്, 3 3 അല്ലെ. 10 എന്ന് പറയുന്നത് കംപ്ലീഷൻ ആണ്. മേ ബി ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോകാനും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ടുമാണ്. കാരണം ഇവിടെ കൂടുതൽ മാജിക് ആർക്കാന കാർഡ്സ്, ലവേഴ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഡെവിൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ മേജർ ആർക്കാന എന്ന് പറയുന്നത് എന്താ, ടെമ്പററി അല്ല, പെർമനന്റ് ആയിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന ഡെസ്റ്റിനി കാർഡ് പോലൊക്കെ പറയാം നമുക്ക്. അപ്പോൾ എനിക്ക് കുറെ പേരൊക്കെ ഈ കണക്ഷൻ ഉള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി വന്ന് കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ചിലപ്പോൾ സെൽഫ് ലവ് ഇല്ലാത്തതായിരിക്കും, അങ്ങനെ നിങ്ങളിലും കുറെ കാര്യങ്ങൾ കുറവുണ്ടായിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് തരുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാനും നിങ്ങളൊരു സെൽഫ് ഇൻഡിപെൻഡന്റ് ലേഡി ആവാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കുമ്പോൾ ആ പേഴ്സൺ ആ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ഇടയിൽ നിന്ന് ഒരു കാർഡ് എടുത്തപ്പോൾ 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ വലിയ സിറ്റുവേഷൻ അല്ല.
ഹൃദയത്തിൽ 3 കത്തികൾ കുത്തിയിറക്കിയ അവസ്ഥ, അലോൺ ഫീലിംഗ്, സെപ്പറേഷൻ, ഡിവോഴ്സ്, അങ്ങനെയൊക്കെ പല ആ, പ്രശ്നങ്ങളിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആവാനൊക്കെ അവര് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടി. കാരണം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അവർക്ക് റിവീൽ ആയി കിട്ടി. അവര് കുറെ നുണയും കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞു. മീൻസ് കുറെ കാര്യങ്ങളൊക്കെ റിവീലായി. കണ്ടോ, ഒരു ചീറ്റിംഗ് കാർഡ് കണ്ടോ, ചീറ്റ് ചെയ്തതാണ് എന്റെ പൈസ സമ്പത്തൊക്കെ ചീറ്റ് ചെയ്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ യെസ്, ഏജ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്, അതിനൊരു നല്ല പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിനോട്, ലെറ്റർ എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ ഒരു പുതിയ സ്റ്റാർട്ട് തുടങ്ങും. നിങ്ങൾ പുതിയ നിങ്ങളാവും. നിങ്ങളുടെ സോളിന്റെ ആ ഒരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ച് ഇതിലേക്ക് എനർജി കൊടുക്കാതെ നമ്മൾ കൂടുതലും ഡെവലപ്പ് ആവാൻ നോക്കാം. അതിന് സെൽഫ് ലവ് മെഡിറ്റേഷൻ ചെയ്യാം, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യാം, അങ്ങനെ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നമ്മളുടെ എനർജി ഒന്ന് സെൽഫ് ക്ലൻസ് പ്രയർ ഉണ്ട്, അത് വളരെ എഫക്റ്റീവാണ്. അത് നിങ്ങളെ എനർജി ഒന്ന് ക്ലൻസ് ചെയ്ത് വെക്കുക. ഓക്കെ. പഴയതൊക്കെ നടന്നതിനൊക്കെ വിട്ടുകൊടുക്കുക. ഓക്കെ, സംഭവിച്ചു, അതങ്ങനെ ആയിപ്പോയി, അതിന് ക്ഷമ കൊടുക്കുക, ആൾക്ക് ക്ഷമ കൊടുക്കുക. ഫോൺ വിളിച്ച് പറയണമെന്നല്ല, നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് കൊടുക്കാം, വാങ്ങുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്ത് വരുമ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ ചേഞ്ച് വരും. അവരും റിയലൈസേഷൻ വരും അവർക്ക്. കാരണം അവർ ഹാപ്പി ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്. കണ്ടോ, 2 ഓഫ് സോർട്സ്, അവരെടുത്ത ഡിസിഷനിൽ അവർ ഹാപ്പി അല്ലാന്ന് കറക്റ്റായിട്ട് കാർഡ് കാണിക്കുന്നുണ്ട്. അവരതിന് കർമ്മ അനുഭവിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? ഓക്കെ. അപ്പൊ അതാണ് കാണിക്കുന്നത്. അപ്പൊ മേ ബി കുറെ പേരൊക്കെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ കടന്നു പോകുന്നുണ്ടാവും. നിങ്ങൾ ഈ പേഴ്സൺ ഡീൽ ചെയ്യുന്നത് ആ തേർഡ് പാർട്ടി അല്ല, നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തോ ഉണ്ട്. കണ്ടോ, ഒരു യൂണിവേഴ്സ് ആയിട്ട് ബന്ധിപ്പിച്ച കാര്യമാണ്. ഈ ഡെവിൾ എന്ന് പറഞ്ഞു നോക്കൂ, ഇത് യൂണിവേഴ്സ് അല്ല, ഒരു ഡെവിള് ഒരു അഡിക്ഷനിലൂടെ അവർ ബന്ധിപ്പിച്ച് കഴുത്തിലിട്ടിരുന്നുണ്ട് ചങ്ങല. അവർ ഇഷ്ടമില്ലാതെ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ എങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഈ പേഴ്സണെ അവരിലേക്ക് അടുപ്പിച്ചു വെച്ചേക്കുന്നതാണ്. കണ്ടോ, സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് കൊടുത്തിട്ട് മയക്കിയെടുത്തേക്കുന്നതാണ്. സോ ഇതാണ് കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണർ. പറയുകയാണെങ്കിൽ കറന്റ്ലി ഹി ഈസ് നോട്ട് ഹാപ്പി, ഭയങ്കര അലോൺ ഫീലിംഗ് ആണ്. ഭയങ്കരമായിട്ട് കുറെ പേരുടെ നടുക്കില നിൽക്കുന്നെങ്കിൽ പോലും ആൾക്കൊരു അലോൺ ഫീലിംഗ്, ആൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല, നഷ്ടപ്പെട്ടു, കുറ്റബോധം, റിഗ്രറ്റ്, അതിന്റെ ഒക്കെ പെയിൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കറന്റ് ഫീലിങ്സിന്റെ കുറച്ച് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. ആളുടെ പേഴ്സന്റെ മെസ്സേജസിന്റെ കാർഡ്സ്. ഓക്കെ, രണ്ടുപേർക്കും കൂടി ഫിയേഴ്സ് ഓഫ് കമ്മിറ്റ്മെന്റ്. എന്തൊക്കെയോ ആൾ പേടിക്കുന്നുണ്ട്. മേ ബി ഇനി നിങ്ങളെ തിരിച്ചു വന്ന് നിങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യോ, ദേഷ്യപ്പെടുവോ, നിങ്ങൾ കമ്മിറ്റ്മെന്റ് കൊടുക്കാതിരിക്കുവോ, നിങ്ങളെ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് പേടിയാവുന്നുണ്ട്. ആൻഡ് മെറ്റാമോർഫോസിസ്, ദാറ്റ് മീൻസ് ട്രാൻസ്ഫോർമേഷൻ ടൈം. ഇത് ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത് രണ്ടാൾക്കാർക്കും. ആൻഡ് പാഷൻ, യെസ്, നിങ്ങളോട് ഭയങ്കര പാഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എനർജി അതിലേക്ക് ഷിഫ്റ്റ് ആക്കാൻ പറയുന്നുണ്ട്. ട്രസ്റ്റ്, എന്നെ വിശ്വസിക്കുക, എനിക്ക് തെറ്റുപറ്റി പോയതാണ്, പക്ഷെ നിന്നോടുള്ള റിലേഷൻഷിപ്പ് എന്നും എനിക്ക് സ്പെഷ്യലാണ്, എന്നെ ട്രസ്റ്റ് ചെയ്യൂ.